നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. അവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ ഇത് എടുത്തു മാറ്റുകയാണ്. പ്രവർത്തകരോട് 3 നേതാക്കളും ഒരുപോലെ അഭ്യർത്ഥിച്ചത് ആ ബോർഡുകൾ എടുത്തു മാറ്റണം. ഇനി ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഇതുവരെ നടത്തി വന്ന ഈ യുദ്ധവും മുറവിളിയും സമരം പ്രകടനങ്ങളും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇനി ഐക്യത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ ബോർഡുകളൊക്കെ എടുത്ത് നീക്കണമെന്നാണ്. അതുപോലെ കേൾക്കുന്ന പ്രവർത്തകർ നമുക്ക് കാണാം. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അവിടെ ഓരോരുത്തരുടെ ചിത്രങ്ങളും ബോർഡുകളും ഒക്കെ എടുത്തു മാറ്റുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രസകരമായ കുറേ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. UDFന് ചരിത്ര വിജയം കിട്ടിയിട്ടും അതിലെ തർക്കങ്ങളും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും ഒന്നും മാറിയില്ല. മാത്രമല്ല തെരുവിൽ അത് വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമായി രൂപാന്തരപ്പെട്ടു. ആളുകൾ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് ബോർഡുകൾ വരെ വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നേതാക്കളുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇനി മതി ഞങ്ങളുടെ പേരിൽ ഈ തെരുവിൽ നടത്തിയ പ്രകടനങ്ങൾ എന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഇന്ദിരാഭവന് മുന്നിലുള്ള ഈ ബോർഡുകളൊക്കെ എടുത്ത് മാറ്റുന്നത്, അല്ലേ? എന്താണ് ഷഫീദ് വിവരങ്ങൾ? ജിക്ക് ഉറപ്പായിട്ടും ആകാംക്ഷയുടെ കഴിഞ്ഞ 3 മണിക്കൂറുകളായിരുന്നു. ഏതെങ്കിലും തരത്തിലൊരു സമവായ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ദിരാഭവനിലും അതനുസരിച്ച് നേതാക്കളും പ്രവർത്തകരും ഒക്കെ TV ഒക്കെ കണ്ട് കാത്തിരുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ആ തീരുമാനമറിയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നറിയാൻ ഇനിയും കുറച്ച് സമയം കൂടി, ഇനിയും കുറച്ച് ചിലപ്പോൾ ചില മണിക്കൂറുകൾ കൂടി അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിനുശേഷം, അതായത് ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന നേതാക്കൾ, കേരളത്തിലെ നേതാക്കളടക്കം, അത് ഈ പറയുന്ന ദീപദാസ് മുൻഷി ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം പറഞ്ഞ ഒരു കാര്യം, ഇനി നേതാക്കളുടെ പേരിൽ ചേരിതിരിഞ്ഞുള്ള പോർവിളികൾ, തെരുവിലെ പോരടക്കമുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകരുത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഭവന് മുൻപിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ബോർഡുകളടക്കം അഴിച്ചുമാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത്. KC വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ള ബോർഡുകളാണ് അഴിച്ചുമാറ്റിയെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ നേതാക്കളടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ യുവജന സംഘടനകളുടെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ അടക്കം പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. സുഹൈൽ ഒരു മിനിറ്റ്. ഇതിപ്പം നേതാക്കളുടെ ആഹ്വാന പ്രകാരമാണോ നമ്മൾ ഈ ബോർഡുകൾ മാറ്റുന്നത്? അതെ. പൂർണ്ണമായും എല്ലാ ബോർഡുകളും മാറ്റും? പൂർണ്ണമായി ട്രിവാൻഡ്രം സെന്ററിൽ വെച്ചിരിക്കുന്ന എല്ലാ ബോർഡും മാറ്റി വെക്കാനായിട്ട് ഈ പറഞ്ഞ നിങ്ങൾ മറ്റു പല ആളുകളും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായി മാറ്റാനുള്ള ഒരു തീരുമാനമാണോ നിങ്ങൾ പാർട്ടിക്കകത്തുള്ളത്? അതെ, എല്ലാ ബോർഡും മാറ്റി വെക്കാനാണ്. നബീൽ കല്ലമ്പലം സെയ്ദിൽ അടക്കമുള്ള ആളുകളുണ്ട്. ഈ പൂർണ്ണമായും എല്ലാ ബോർഡുകളും മാറ്റി? ഈ നഗരത്തിലെ എല്ലാ ബോർഡുകളും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ച് പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നുള്ള തെളിവാണ് KC വേണുഗോപാലും VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒന്നിച്ചു നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് അഭ്യർത്ഥിച്ചതാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് തെളിവാണ്. ഞങ്ങൾ എല്ലാ ആളുകളും KPCC ആസ്ഥാനത്ത് ഇരുന്ന മുഴുവൻ ബോർഡുകളും എടുത്ത് മാറ്റുകയാണ്. നഗരത്തിലെ എല്ലാ ബോർഡുകളും ഇന്നത്തോടെ തന്നെ എടുത്തു മാറ്റുന്നതാണ്. എല്ലാ പ്രകടനങ്ങളും ഇനിയിപ്പോൾ ഉണ്ടാവില്ല. അല്ല, പ്രകടനങ്ങളില്ലല്ലോ. ഒരു പാർട്ടിയാണല്ലോ. പാർട്ടി കേരളത്തിൽ ഒന്നിച്ചുള്ള ഒരു വിജയമാണ് കേരളത്തിൽ സമ്മാനിച്ചത്. ആ വിജയത്തിന് കേരളത്തിലെ ജനതയ്ക്ക് നൽകുന്ന കോൺഗ്രസിന്റെ സന്ദേശമാണ് ഇന്ന് കേന്ദ്രത്തിലെ മുഴുവൻ നേതാക്കളും കേരളത്തിൽ സന്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും അതാണ് നമ്മളിപ്പോൾ കേട്ടത്. സയ്യിദ് അലി കൈപ്പാടിയുടെ പ്രതികരണമായിരുന്നു. ആ യുവജന സംഘടനയുടെ പ്രതിനിധി നേതാവൊക്കെയാണ് അദ്ദേഹം. അവരടക്കം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനി തിരുവനന്തപുരം നഗരത്തിലടക്കം ഈ ഫ്ലെക്സ് ബോർഡുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളോ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും അതൊരു നല്ല സന്ദേശം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ റിസൾട്ട് വന്നൊരു ചരിത്ര വിജയം നേടിയതിനു ശേഷം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം നമ്മൾ കണ്ടതാണ്. ഇന്ദിരാഭവനിൽ ആദ്യ ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു. പിന്നാലെ തിരുവനന്തപുരം നഗരത്തിൽ നടന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസ് സംസ്കാരത്തിന് ചേർന്നാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംശയിച്ചു പോകുന്നതായിരുന്നു. അതായത് ചില ഫ്ലെക്സുകളിൽ തുപ്പുന്ന കാഴ്ചകളൊക്കെ ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് വലിച്ചു കീറുന്നു, കരിയോരൊഴിക്കുന്നു. സെക്രട്ടറിയത്തിലേക്കുള്ള VD സതീശന് അനുകൂല പ്രകടനത്തിനിടെ ബോർഡുകൾ പൂർണ്ണമായും നശിപ്പിക്കുന്നു. അതിൽ ഉമ്മൻചാണ്ടിയുടെ ബോർഡുകൾ നശിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വളരെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് കാര്യങ്ങൾ പോയതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ തിരുത്താൻ ഇപ്പോൾ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി, അതല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ആഹ്വാനം നൽകിയതിന് തൊട്ടു മുൻപ് സംസാരിച്ച കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയും പറഞ്ഞത് അതൊരു അൺറൂളി കാര്യമാണ്, അത് ഏതെങ്കിലും തരത്തിൽ പിന്തുടരാൻ കഴിയുന്ന കാര്യമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തകർ പാലിക്കപ്പെടുന്നത് നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.